നമസ്കാരം. RST 5.5, 6.5, 7.5 അതുപോലെ തന്നെ ട്രാപ്പ് എന്നീ തുടങ്ങിയ ഇന്ററപ്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ അസൈൻമെന്റ് ഓർ മൈ പ്രസന്റേഷൻ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തുടങ്ങാം. സോ ഇന്ററപ്റ്റ്സ് നീഡ്സ് ഇൻ മൈക്രോ പ്രൊസസർ സിസ്റ്റം, അതായത് ഒരു മൈക്രോ പ്രൊസസർ സിസ്റ്റത്തിൽ ഇന്ററപ്റ്റ്സിനെ കുറിച്ചിട്ടുള്ള ഉപയോഗങ്ങൾ, എന്തിനാണ് ഇന്ററപ്റ്റ്സ് എന്ന് നോക്കാം. അപ്പൊ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററപ്റ്റ്സ് ആർ സിഗ്നൽസ് സെൻഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ് ടു ദ പ്രൊസസർ ഫോർ സ്പെസിഫിക് ടാസ്ക്. അതായത് ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടാസ്കുകൾ, ഒരു സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നലുകളാണ് ഇന്ററപ്റ്റ്സ്. അതായത് മൈക്രോ പ്രോസസറിൽ നിന്നല്ല, എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് കൊടുക്കുന്ന സിഗ്നലുകളാണ് ഇന്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പെരിഫറൽസ് ആൻഡ് മൈക്രോ പ്രോസസർ. അതായത് പെരിഫറലിനും മൈക്രോ പ്രോസസറിനും ഇടയിൽ ടിപ്പിക്കലി ഡാറ്റ ട്രാൻസ്ഫറിന് ഇന്ററപ്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു പെരിഫറൽ ഒരു റെഡി ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ഇഫ് ഇന്ററപ്റ്റ്സ് ദ പ്രോസസർ. അതായത് ഒരു പെരിഫറൽ ഡാറ്റ ട്രാൻസ്ഫറിന് റെഡിയാണ് സമയത്താണ് ഇന്ററപ്റ്റ്സ് പ്രൊസസറിൽ ഇന്ററപ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇഫ് അക്സെപ്റ്റഡ്, അതായത് ഇഫ് ഇന്ററപ്റ്റ് പ്രൊസസർ ഇന്ററപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രൊസസർ സസ്പെൻസ് കറന്റ് ആക്ടിവിറ്റി. അതായത് ഇപ്പോൾ പ്രൊസസർ മൈക്രോ പ്രൊസസർ എന്ത് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സസ്പെൻഡ് ചെയ്യും. അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് ആ കറന്റ് ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ആൻ ഇന്ററപ്റ്റ് സർവീസ് ഷോർട്ട് സബ് റൂട്ടീൻ. അതായത് ഇന്ററപ്റ്റ് സർവീസ് ചെയ്തിട്ടാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോ പുതിയ ഇന്ററപ്റ്റ് അത് യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്കിത് പ്രൊസസർ റെസ്യൂംസ് കറന്റ് ആക്ടിവിറ്റി, അതായത് പ്രൊസസർ റെസ്യൂംസ് കറന്റ് ആക്ടിവിറ്റി എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ദ പ്രൊസസർ റെസ്യൂംസ് കറന്റ് ആക്ടിവിറ്റി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് പ്രൊസസർ ഇന്ററപ്റ്റ് സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാലാമത്തെ പോയിന്റ് നോക്കുക. ഇഫ് അക്സെപ്റ്റഡ് ദ പ്രൊസസർ സസ്പെൻഡ് ദ കറന്റ് ആക്ടിവിറ്റി. അത് കറന്റ് ആക്ടിവിറ്റി സസ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ററപ്റ്റിനെ നമുക്ക് പ്രൊസസറിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രൊസസർ റെസ്യൂംസ് കറന്റ് ആക്ടിവിറ്റി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറന്റ് ആക്ടിവിറ്റി പ്രൊസസർ റെസ്യൂം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചിരിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ആക്ടിവിറ്റി ആയിട്ട് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്ന് പോലീസ് വന്ന് നമ്മളെ കൈ കാട്ടി നിർത്തി. അപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ വാഹനം വണ്ടി നിർത്തിയിട്ട് ആ പോലീസിനോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ കറന്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള വണ്ടി ഓടിക്കുക എന്നുള്ള സംശയത്തിലേക്ക് വരിക. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു കാര്യത്തിൽ നടന്നു പോകുന്നത്. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകണമെങ്കിൽ ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ്, അതായത് ഏതൊക്കെ ടൈപ്പ് ആണ് ഇന്ററപ്റ്റ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇന്ററപ്റ്റ്സ് ഉണ്ട്, ഹാർഡ്വെയർ ആയിട്ടുള്ള ഇന്ററപ്റ്റ്സ് ഉണ്ട്. അത് ഇന്ററപ്റ്റ് സർവീസ് റൂൾ. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്സ് ആണുള്ളത്. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സും ഉണ്ട്, ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് ഉണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്താണ് നമുക്ക് നോക്കാം. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഇൻസേർട്ട് അറ്റ് ഡിസൈർഡ് ലൊക്കേഷൻ. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് പറഞ്ഞാൽ ഒരു ഡിസൈർഡ് ലൊക്കേഷൻ നമ്മൾ എവിടേക്കാണ് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇൻസേർട്ട് ചെയ്യാം. അതാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് ഉണ്ട്. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ്. അതായത് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസ് കൊടുക്കുന്നില്ല. നമ്മളെല്ലാവർക്കും അറിയും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള സംഭവമാണ്. വേറെ ഡിവൈസ് എന്നുള്ളതല്ല ഹാർഡ്വെയർ, സോറി സോഫ്റ്റ്വെയർ. അപ്പൊ വേറെ ഡിവൈസിൽ നിന്ന് വരുന്നതാണ് ഹാർഡ്വെയർ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. അതേപോലെ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ഇൻസേർട്ട് അറ്റ് ഡിസൈർഡ് ലൊക്കേഷൻ ആണ്. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ആണ്. അപ്പോൾ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ടഡ് ഇഫ് ദ ഇന്ററപ്റ്റ് ഈസ് അക്സെപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ററപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നടക്കുന്ന പ്രവർത്തനം സസ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ് ദ ഇന്ററപ്റ്റ് ഈസ് അക്സെപ്റ്റഡ് മാത്രമേ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഓഫ് 8085 ഇന്റൽ.
നമ്മളിപ്പോ 8085 ഇന്റലിന്റെ മൈക്രോ പ്രൊസസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ഈ 8085ന്റെ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസർ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതില് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ സ്റ്റോർഡ് ഇൻ വെക്ടർ അഡ്രസ്. അതായത് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ വെക്ടർ അഡ്രസ്സിലാണ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സിൽ 8085 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നമ്മൾ ഇതോടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ RST0, RST1, RST2, RST3, RST4, RST5, RST6, RST7 എന്നിവയൊക്കെ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ആണ്. അതിൽ നമ്മൾ നേരത്തെ തുടക്കം സൂചിപ്പിച്ചത് RST5.6, 5.7 അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത നോക്കാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതുപോലെ ഇന്ററപ്റ്റ്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, അതായത് കമ്പ്യൂട്ടേഴ്സിലുള്ള ഇന്ററപ്റ്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഈ ഒരു ടോപ്പിക് എന്താണോ അതിലേക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതെ, RST5.5, RST6.5, RST7.5 ആൻഡ് ട്രാപ്പ് ഇൻപുട്സ് ആർ ഇന്ററപ്റ്റ്. അതായത് ഇന്ററപ്റ്റ്സിൽ കമ്പ്യൂട്ടറിൽ ഇന്ററപ്റ്റ്സിൽ ഏതാനും ചില ഇന്ററപ്റ്റ്സ് ആണ് RST5.5, RST6.5, 7.5 ആൻഡ് ട്രാപ്പ്. ഇതൊക്കെ ഇൻപുട്സ് ആണ്. അപ്പൊ ട്രാപ്പിന്റെ ഇൻപുട്സ്. ഓക്കെ, അപ്പൊ RST7.5ഉം 6.5ഉം അതുപോലെ തന്നെ 5.5ഉം ആർ റീസ്റ്റാർട്ട് ഇന്ററപ്റ്റ്സ് ആണ്. അതായത് നമുക്ക് പരിപാടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഇന്ററപ്റ്റ്സ് ആണ്. എന്നാൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. അപ്പോ നമ്മൾ നോക്കുന്ന സമയത്ത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്സിനാണ് ഹയർ പ്രയോറിറ്റി നമ്മൾ എപ്പോഴും കൊടുക്കുക. അപ്പോൾ ട്രാപ്സ് ഒരു നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആയതുകൊണ്ട് RST7.5, 6.5 അതുപോലെ 5.5 ഇതിനെയൊക്കെ നോക്കുന്ന സമയത്ത് ട്രാപ്പ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ട്രാപ്പ് ആണ് മുകളിൽ നിൽക്കുക, ട്രാപ്പാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രയോറിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? ആദ്യം ട്രാപ്പ് ഹയസ്റ്റ് പ്രയോറിറ്റി, പിന്നെ വരുന്നത് RST7.5. നമുക്കിപ്പോ നോക്കാൻ സുഖമാണ്. അതായത് നമ്പർ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ള RSTന്റെ പ്രയോറിറ്റി കേട്ടോ, നമ്പർ കൂടുതലുള്ളതായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ RST7.5 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. പിന്നെ RST6.5, അത് കഴിഞ്ഞിട്ട് RST5.5, ഇത് കഴിഞ്ഞിട്ട് അവസാനമാണ് INTR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ററപ്റ്റ് വരുന്നത്. അപ്പൊ INTR ആണ് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഒരു കൺക്ലൂഷൻ ആണ്. ഇപ്പൊ നമ്മൾ എന്താണ് RST5.5, 6.5, 7.5 അതുപോലെ ട്രാപ്പ്, ഇതൊക്കെ ഇന്ററപ്റ്റ്സ് ആണ്. ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് അതിനിടയിൽ ഇന്ററപ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ, സബ് റൂട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ററപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഇടയിൽ വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് വി ക്യാൻ യൂസ് ഇന്ററപ്റ്റ്. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ RST5.5, RST6.5, RST7.5 അതുപോലെ ട്രാപ്പ് are all types of interrupts within a computer system. Upon recognition of an interrupt, the next instruction is executed from fixed location memory. അതായത് നമ്മൾ ഇന്ററപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഫ്രം എ ഫിക്സഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി. ദ RST interrupts automatically initiate an internal restart. നമ്മൾ നേരത്തെ പറഞ്ഞു RST എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ററപ്റ്റ്സ് ഒക്കെ ഏതാണ്? റീസ്റ്റാർട്ട് ഇന്ററപ്റ്റ്സ് ആണ്. ട്രാപ്പോ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. അപ്പൊ റീസ്റ്റാർട്ട് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഇന്റേണൽ റീസ്റ്റാർട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ RST ഇന്ററപ്റ്റ്സിനെ സാധിക്കും. Among these, trap, a non-maskable interrupt, holds the highest priority. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. The priority order of interrupts is as follows. Trap, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സാധനം തന്നെയാണ്. Understanding and prioritizing these interrupts are vital for managing the flow of operation effectively in a computer. നമ്മൾ ഇതിന്റെ ഒരു പ്രയോറിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രയോറിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് പ്രയോറിറ്റൈസിങ് ദീസ് ഇന്ററപ്റ്റ്സ് ആർ വൈറ്റൽ ഫോർ മാനേജിങ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ. നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇതിന്റെ ഒരു പ്രയോറിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരത്തിൽ ഇന്ററപ്റ്റ്സിനെ നോക്കാൻ. രണ്ട് മൂന്ന് ഇന്ററപ്റ്റ്സ് വന്നു അറ്റ് എ ടൈം, 2-3 ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ RST5.5 ആണോ അതോ RST7.5 ആണോ ആദ്യം പ്രയോറിറ്റി ചെയ്തെടുക്കാം? 7.5 ആയിരിക്കും. അതുപോലെ ഈ RST5.5 ഉണ്ട്, 7.5 ഉണ്ട്, INTR ഉണ്ട്. അതിനിടയിൽ ട്രാപ്പ് വന്നു. ട്രാപ്പ് ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് ട്രാപ്പാണ്, എന്നിട്ട് നമുക്ക് 7.5 എടുക്കാം. അപ്പൊ പ്രയോറിറ്റി എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്ലോ ഓഫ് കമ്പ്യൂട്ടർ
നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ഓഫ് ഓപ്പറേഷൻ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഇന്ററപ്റ്റ്സിന്റെ പ്രയോറിറ്റി, അതായത് ഇന്ററപ്റ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് മീ RSC 5.5, RSC 6.5, 7.5 ആൻഡ് ട്രാപ്പ്. ഇതിന് കൂടാതെ നമ്മളൊരു വേറെ ഇന്റർപ്റ്റ് പഠിച്ചിട്ടുണ്ട്, INTR. അതെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു ഫോർ എവറിഥിങ്. താങ്ക് യു ഗൈസ്. ഓക്കെ, ഐ എം സൈനിങ് ഓഫ്. ബാസിം, ബൈ.